നമുക്ക് വയനാട്ടിലേക്ക് പോകണം. അവിടെ DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രകടനക്കേസിൽ MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ നാളെ മുതൽ 3 ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്നുള്ള വിവരമാണ് വരുന്നത്. 10 മണി മുതൽ 5 മണി വരെയാണ് ഈ ചോദ്യം ചെയ്യൽ നടക്കാൻ പോകുന്നതെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കോൺഗ്രസ് ഓഫീസുകളിൽ നിന്നും തെളിവ് ശേഖരിക്കും എന്നും വ്യക്തമാകുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ മുൻപോട്ട് പോവുകയാണ്. എന്തായാലും മുൻകൂർ ജാമ്യം ഇവർക്ക് ലഭ്യമായിട്ടുണ്ട്. എങ്കിൽ പോലും ഈ കേസിന്റെ നാൾവഴികൾ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമൊക്കെ പ്രധാന വിഷയമായി തന്നെ ചൂടോടെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വിവരങ്ങളുമായിട്ട് അനൂപാണ് ചേരുന്നത്. അനൂപ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കും. അനൂപ്, ഗുഡ് മോർണിംഗ്. ഈ വയനാട്ടിൽ ഇപ്പോൾ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ നാളെ മുതൽ 3 ദിവസത്തേക്കാണ് ചോദ്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്താണ് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകുന്നത്? കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യം അനുവദിച്ചുകൊണ്ട് ഈ കേസിൽ കുറ്റം ചുമത്തപ്പെട്ട IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരോട് ഈ വരുന്ന ആഴ്ച നിർബന്ധിത കസ്റ്റഡിക്ക് വിധേയരാകണമെന്ന കോടതി നിർദ്ദേശിക്കുകയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് നാളെ മുതൽ ഒരു വിശദമായ ചോദ്യം ചെയ്യൽ പ്രതികൾ നേരിടേണ്ടി വരിക. 3 ദിവസം തുടർച്ചയായി രാവിലെ മുതൽ വൈകുന്നേരം വരെ സമയബന്ധിത കസ്റ്റഡി തന്നെയാണ് യഥാർത്ഥത്തിൽ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച ഉത്തരവിൽ ഉള്ളത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ ഹാജരാവണം. അത് 3 ദിവസം തുടർച്ചയായി തന്നെ വേണം. IC ബാലകൃഷ്ണൻ ഈ സഭാ സമ്മേളനത്തിൽ മറ്റും സാഹചര്യത്തിൽ തിങ്കൾ മുതൽ ശനി വരെയുള്ള ഏതെങ്കിലും 3 ദിവസം തുടർച്ചയായി ഈ വിധത്തിൽ നിർബന്ധിത കസ്റ്റഡിക്ക് വിധേയനാകണം. അതോടൊപ്പം എന്നാൽ ND അപ്പച്ചനും KK ഗോപിനാഥനും ഉൾപ്പെടെയുള്ളവർ നാളെ മുതൽ 3 ദിവസം, അതായത് നാളെ മുതൽ ബുധനാഴ്ച വരെ 3 ദിവസം നിർബന്ധിത കസ്റ്റഡിക്ക് ഹാജരായി അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയനാവണം എന്നാണ് കോടതി ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യ വ്യവസ്ഥയിൽ ഉൾക്കൊള്ളിച്ച കാര്യം. ഏതായാലും അത് പ്രകാരം നാളെ മുതൽ വയനാട്ടിലെ പ്രധാന മുൻനിര കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം ചെയ്യൽ ഈ കേസുമായി ബന്ധപ്പെട്ട് ആരംഭിക്കുകയാണ്. ശക്തമായ പ്രോസിക്യൂഷൻ വാദങ്ങളാണ് കഴിഞ്ഞ ദിവസം കോടതിയിൽ നടന്നത്. അതിനുശേഷമാണ് ഇന്നലെ വിധി പറഞ്ഞത്. മുൻകൂർ ജാമ്യം അനുവദിച്ചെങ്കിലും കർശന ജാമ്യ വ്യവസ്ഥകൾ കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയത് ഈ കേസിന്റെ പ്രധാന ഗൗരവം തന്നെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതായത് ഈ പ്രതികൾക്ക് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരിട്ടുള്ള ബന്ധം തെളിയിക്കുന്ന വിവിധ രേഖകൾ, അതോടൊപ്പം സാക്ഷിമൊഴികൾ എല്ലാം തന്നെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. പ്രധാനമായും ചില കോൺഗ്രസ് നേതാക്കളുടെ മൊഴികൾ ഉൾപ്പെടെ ഈ കേസിൽ വളരെ നിർണായകമായി ഉണ്ട് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സാക്ഷികളെ സ്വാധീനിക്കുന്നതും മറ്റും കോടതി വിലക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വിധത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാവരുതെന്ന് കോടതി കർശനമായി തന്നെ ജാമ്യവ്യവസ്ഥയിൽ ഈ വിധത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഓഫീസുകളിലും പരിശോധന നടത്തേണ്ട സാഹചര്യമുണ്ട്. കോൺഗ്രസ് ഓഫീസുകളിൽ പരിശോധന നടത്താൻ ബന്ധപ്പെട്ടവർ, പ്രത്യേകിച്ച് DCC പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അതിനുള്ള സൗകര്യം ഒരുക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. ഏതായാലും ആ വിധത്തിൽ 7 ഉപാധികളോടുകൂടിയാണ് പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചത്. IC ബാലകൃഷ്ണൻ ഇന്ന് ഒരു ഈ നാളെ തിങ്കൾ മുതൽ ശനി വരെയുള്ള ദിവസങ്ങളിൽ ഏത് ദിവസമാണ് തനിക്ക് ഹാജരാവാൻ സാധിക്കുക എന്നത് സംബന്ധിച്ച് ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ വിവരം ബോധിപ്പിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ചയിൽ ഏതെങ്കിലും 3 ദിവസം തുടർച്ചയായി ഈ നിർബന്ധിത കസ്റ്റഡിക്ക് വിധേയനായി ചോദ്യം ചെയ്യാൻ അദ്ദേഹത്തിന് ഹാജരാകേണ്ടി വരും എന്നുള്ളതാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ. കഴിഞ്ഞ ബുധനാഴ്ച ഈ കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരുന്നു. അതായത് നിലവിലെ ഒരു പ്രത്യേക അന്വേഷണ സംഘമാണ് ബത്തേരി DYSP നേതൃത്വത്തിൽ NM വിജയന്റെ മരണത്തെ സംബന്ധിച്ചുള്ള ആ കാര്യങ്ങളും അതോടൊപ്പം 4 വഞ്ചന കേസുകളും പണമിടപാട് സംബന്ധിച്ച 4 വഞ്ചന കേസുകളും അന്വേഷിച്ചിട്ടുണ്ട്. അത് ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞ ബുധനാഴ്ച വിട്ടിരുന്നു. ഇന്ന് ഒരു പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണം സംബന്ധിച്ചൊരു വിശദാംശം ഈ വിധത്തിൽ ഉണ്ടാവാനാണ് സാധ്യത. അതായത് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് ആണോ അതോ ജില്ലാ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് ആണോ ഈ കേസ് അന്വേഷിക്കുക. അത് മാത്രമല്ല, അന്വേഷിക്കണമെങ്കിൽ ഒരു അന്വേഷണ സംഘത്തെ തന്നെ പ്രത്യേകമായി ഇതിനായി രൂപീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയെങ്കിൽ ആ വിധത്തിൽ ഒരു തീരുമാനം ഇന്ന് ഉണ്ടായേക്കും. നിലവിലെ പോലീസ് അന്വേഷണ സംഘവും ക്രൈംബ്രാഞ്ച് യൂണിറ്റും ചേർന്നുള്ള സംയുക്ത അന്വേഷണവും ഒരുപക്ഷെ ഉണ്ടായേക്കാനും സാധ്യതയുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചൊരു തീരുമാനം ഇന്നുണ്ടാകും. ക്രൈംബ്രാഞ്ചിന്റെ നടപടിക്രമങ്ങൾക്ക് വിധേയമായിട്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ഭാവി നടപടികൾ ഉണ്ടാവുക എന്നുള്ളതും ഇതിന് ശേഷമായിരിക്കും അറിയുക. ഏതായാലും ഇന്ന് തന്നെ അത്തരത്തിലൊരു തീരുമാനം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. മുൻകൂർ ജാമ്യവ്യവസ്ഥയിലെ ഏറ്റവും കർശന ഉപാധികളോട് കൂടി അതിന് വിധേയമായി 3 ദിവസങ്ങളിലെ തുടർച്ചയായ നിർബന്ധിത കസ്റ്റഡിക്ക് വിധേയരാവുകയാണ് വയനാട്ടിലെ മുൻനിര കോൺഗ്രസ് നേതാക്കൾ. ND അപ്പച്ചൻ നാളെ മുതൽ 3 ദിവസവും അതോടൊപ്പം KK ഗോപിനാഥനും നാളെ മുതൽ 3 ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാവുകയാണ് ചോദ്യം ചെയ്യലിന്. IC ബാലകൃഷ്ണൻ തിങ്കൾ മുതൽ ശനി വരെയുള്ള ഏതെങ്കിലും 3 ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ചോദ്യം ചെയ്യലിന് വിധേയരാവുകയാണ്, ഹാജരാവേണ്ടി വരും എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഊർജിതമായ അന്വേഷണം നടക്കുകയാണ്, പുരോഗമിക്കുകയാണ്. അതിന്റെ ഭാഗമായി ഇവരുടെ ചോദ്യം ചെയ്യൽ ഏറ്റവും
അനിവാര്യമായ ഒരു ഘട്ടത്തിലായിരുന്നു. ഏതായാലും അതിനുള്ള സാധ്യത അന്വേഷണ സംഘത്തിന് മുൻപാകെ തുറക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ചോദിച്ചറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഒട്ടേറെ സംഭവങ്ങളിൽ NM സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയ ഒട്ടേറെ സംഭവങ്ങളിൽ നേരിട്ട് പങ്കുള്ളയാളാണ് IC ബാലകൃഷ്ണൻ എന്നുള്ള ആരോപണങ്ങൾ വെളിപ്പെടുത്തുക. അനുബന്ധ തെളിവുകളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ ഇവരിൽ നിന്ന് മൊഴികൾ ശേഖരിക്കുക അല്ലെങ്കിൽ ഇവരിൽ നിന്ന് ചോദ്യം ചെയ്ത് ഇവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന നടപടിക്രമമാണ്. ഏതായാലും ആ സുപ്രധാന തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ് നാളെ മുതൽ. ശരി അനൂപ്, വ്യക്തമാണ്. DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ MLA IC ബാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ നാളെ മുതൽ 3 ദിവസം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും. അതിന്റെ വിശദാംശങ്ങളാണ് അനൂപ് വയനാട്ടിൽ നിന്നും നൽകിയത്.